ഇതിലാണ് ആ ചേട്ടൻ കൈയിട്ട് പൊടിയൊക്കെ തട്ടി കളഞ്ഞു. ഹലോ, അപ്പൊ ഞങ്ങളിത് എങ്ങടാ പോണം? ലക്നൗ. അയോധ്യ കഴിഞ്ഞ് ഞങ്ങൾ ലക്നൌവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയോധ്യയിലത്തെ രാമക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ലക്നൌക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ പോണ വഴിക്ക് ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. അതെ, ഇവിടുത്തെ ടോൾ ഉണ്ട്. ആ ടോളിന്റെ സൈഡിൽ തന്നെ ഒരു ചായക്കട കാണിക്കും. കൃഷ്ണ ധാബയിൽ. അപ്പൊ നമ്മുടെ ചായ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് നമുക്ക് വേണ്ടി അഞ്ജലി എന്തോ ഒരു ഐറ്റം പറഞ്ഞിട്ടുണ്ട്. ചാട്ടെന്ന് എന്താണ് പേര് പറഞ്ഞത്, എനിക്കറിയില്ല അതിനെ കുറിച്ച് പറയാൻ. ചാട്ട് മസാലയോ ചാട്ടോ എന്താ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു സെയിം സാധനം. ഈ സാധനം ഇല്ല, ഈ സാധനം കണ്ടിട്ടില്ല. അല്ലാണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലേ? ഉണ്ട്. ആണോ? ചാട്ട് മസാല എന്ന് പറയുന്നതല്ലേ? അതന്നെ ചാട്ട് മസാല. ചാട്ട് മസാല അതേന്ന് അതിലെന്തോ ഈ മസാല അവിടെ പെട്ടിയിൽ മസാല ഇങ്ങനെ ഉണ്ടാവും. ആ മസാലയൊക്കെ ഇതിന്റെ ഉള്ളിൽ ഇട്ടിട്ട് ചാട്ടെന്ന് പറയുള്ളൂ. പക്ഷെ അവരെന്നുള്ളിൽ മുകളിൽ പൊടിയിട്ടല്ലോ. ഓക്കെ, ഞങ്ങളുടെ അറിവില്ലായ്മേനെ കുറിച്ച് നിങ്ങൾക്കൊന്നും തോന്നരുത്. ചിലപ്പോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ആരോ കമന്റ് ഇട്ട് ഞാൻ കണ്ടിരുന്നു. ആദ്യമായിട്ട് കാണുന്നതാണല്ലോ. ഇതൊക്കെ എല്ലാം പുതുമയാണോന്ന്. ഇപ്പൊ ഓറഞ്ച് നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ കിട്ടുന്ന ഓറഞ്ച് എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് ഓറഞ്ച്. അതന്നെ, അതെ, നമ്മുടെ നാട്ടിൽ വരുന്ന പോലത്തെ അങ്ങനത്തെ ഓറഞ്ച് അല്ല എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. കണ്ടപ്പോ തോന്നിയത്. ടേസ്റ്റ് നല്ല മധുരമുണ്ട്. എന്താ വേറെ വ്യത്യാസം ടേസ്റ്റിലൊക്കെ? കാണിക്ക്. എന്തൊക്കെയോ ഇടുന്നുണ്ട് ടൈമില്. കടല ഇട്ടു. കടലേനല്ലേ കാട്ടെന്ന് പറയണേ? കടലേന എന്താ പറയണേ? ചേന. അതിന്റെ മുകളില് ചേന ഇട്ട് എന്തൊക്കെയോ മസാലകളും സാധനങ്ങളും അതിന്റെ മുകളിൽ മിക്സ് ചെയ്യും. എന്തായാലും വരട്ടെ, വരുമ്പോ കാണിച്ചു തരാം. വയറിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? വയറിന് എനിക്കറിയില്ല. സ്ട്രീറ്റ് ഫുഡാണോ? നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ ചേട്ടൻ എന്തൊക്കെയോ സമൂസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേറെന്തോ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെയാണ് ചായ ഉണ്ടാക്കണത്. കണ്ട, ഇവിടെ ചായ ഉണ്ടാക്കിയിട്ട് ആ ചായനെ ഇങ്ങനത്തെ മണ്ണിന്റെ കപ്പിലാക്കി തരും. ഇവിടുത്തെ കോമൺ ഇവിടെ അങ്ങനെ തന്നെയാണ് ഒട്ടുമിക്ക സ്ഥലത്തും. ആ ഡിസ്പോസിബിൾ ഗ്ലാസ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതാണ് നമ്മുടെ ചാട്ട്. അപ്പൊ ഇതിന് നിങ്ങളുടെ ഇവിടെ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നിങ്ങളുടെ അല്ല, മീൻസ് വേറെ എന്തെങ്കിലും പേരാർക്കെങ്കിലും അറിയുന്നുണ്ടെന്ന് പറഞ്ഞോളൂ. ചാട്ട് തന്നെയായിരിക്കും. എനിക്കറിയാം, ഞാൻ ചാട്ട് മസാല എന്ന് കുറെ കേട്ടിട്ടുണ്ട്. കേരളത്തിൽ ഔട്ട് ഓഫ് ഓഫീസ് കേരളത്തിൽ അങ്ങനെ പറയണത് ചാട്ട് മസാല തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. ഇവിടെ മസാല ഇഷ്ടമായതുകൊണ്ട് സൂപ്പറാണ്. ഞങ്ങള് കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോ ആദ്യം ഒരു തരുന്ന ഐറ്റതാ, സ്നാക്സ് പോലെ ആദ്യം തരുന്ന ഐറ്റം. ചിലപ്പോ ഇതിനകത്ത് തൈര് ഒഴിച്ചിട്ടുണ്ടാവും. എനിക്കറിയില്ല, കടലയില് മറ്റേ ഉരുളക്കിഴങ്ങാണ് മെയിൻ സംഭവം. ഉരുളക്കിഴങ്ങില് കുറച്ച് മട്ടർ കറി, കുറച്ച് കടലക്കറി. കൊള്ളാം. 2 പ്ലേറ്റ് കൂടി പോരട്ടെ. വേറെ ഒന്നുമില്ല ഇതിനകത്ത്. ഉരുളക്കിഴങ്ങ്, സബോള, പിന്നെ എന്തായാലും ഞാൻ കഴിക്കുന്നില്ല. എനിക്ക് മാനസികമായിട്ട് എനിക്ക് കഴിക്കാൻ ഞാൻ അതിനെ ഒരുക്കല്ല. നീല കഴിച്ച നീല വേണമെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട മേഡം, എനിക്ക് വേണ്ട. എനിക്കെന്തോ ഇവര് ഉണ്ടാക്കണൊക്കെ കാണുമ്പോ എന്തോ ഒരു സംതിങ്, ഒരു മാനസിക ഇത് വിഷമല്ല, ഒരു ബുദ്ധിമുട്ട്. ഏതൊക്കെ വീഴാണ്? എനിക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. എനിക്ക് വേണ്ട, ഇത് കളയണ്ടല്ലോ. മോനെ വേണ്ടെന്ന് പറയണേ. എനിക്ക് വേണ്ട കേട്ടോ. എനിക്ക് വേണ്ട കേട്ടാ.
വേണ്ട വേണ്ട. ഇതിലാണ് ആ ചേട്ടൻ കൈയിട്ട് പൊടിയൊക്കെ കണ്ടു കളഞ്ഞു. നല്ല കൈയിടാത്ത ഈ ചേച്ചിക്ക് ഇതിലും കൈയിട്ടല്ലേ കൈയിടാത്തത്. അല്ല ഇതിലുള്ള എന്തോ അതിനുള്ളിൽ കിട്ടി. അങ്ങനെ അവിടുത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഞാനും ചായ കുടിച്ചില്ല കേട്ടോ. മിടു വേണ്ടാന്നേ പറഞ്ഞിരുന്നു. ഞാൻ കുടിച്ചു നോക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ടേസ്റ്റ് കണ്ടപ്പോൾ എനിക്കും കുടിക്കാൻ തോന്നിയില്ല. അപ്പോൾ എന്തായാലും അവിടെ ഞങ്ങൾ ഇറങ്ങിയതേ ഫസ്റ്റത്തെ ടോൾ എത്തി ലക്നൌവിലേക്കുള്ള റോട്ടിലെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതേ ലക്നൗ എത്താൻ പോവാണ്. ലക്നൗ അപ്പോൾ ഇത് ഞങ്ങള് താമസിക്കാനുള്ള സ്ഥലത്ത് എത്തിയിട്ടാ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. യെല്ലോ ഇൻ ഗസ്റ്റ് ഹൗസ് അതാണ് ഇവിടുത്തെ പേര്. ഞങ്ങൾ മുകളിലൊക്കെ പോയി കണ്ടു. നമ്മുടെ സംഭവങ്ങളൊക്കെ ഡ്രസ്സ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. വീടൊക്കെ ഇഷ്ടപ്പെട്ടു. വീടൊക്കെ ഇഷ്ടപ്പെട്ടു. സാധനങ്ങളൊക്കെ കൊണ്ട് മുകളിലേക്ക് കയറണം. അതന്നെ ചേച്ചി ഇപ്പം അങ്ങോട്ട് പോയിട്ട് അവിടെയാണ് മുകളിൽ. അപ്പം ഞങ്ങള് 4 പേരും കൂടി താഴത്തേക്ക് വന്നേക്കാണ്. അപ്പൊ ഇതാണ് നമ്മുടെ യെല്ലോ ഇൻ ഗസ്റ്റ് ഹൗസ്. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ ഉള്ളിലെ റൂമുകളൊന്നും അത്യാവശ്യം വലിയ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് റൂമുകളൊക്കെയാണ്. അപ്പൊ നമ്മുടെ വണ്ടി നമ്മളിതേ ഇവിടെ സൈഡിൽ തന്നെ പാർക്ക് ചെയ്തു. ചെരിഞ്ഞ കിടക്കണ കുഴപ്പമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ യെല്ലോ ഇൻ ഗസ്റ്റ് ഹൗസ്. അപ്പൊ ഇതാണ് നമ്മുടെ റൂം. ഒരു റൂം ഇനി അപ്പുറത്തുണ്ട്. അപ്പുറത്ത് വാഷ്റൂം ഉണ്ട്, ഒരു ബാൽക്കണി ഉണ്ട്. എല്ലാത്തിനും ഉണ്ടെന്നാണ് ബാൽക്കണി വാഷ്റൂം ഒക്കെ. ചേട്ടൻ ബാൽക്കണിക്ക് പോകുന്നു. ഇവിടെയാണോ ബാൽക്കണി? ഹായ്. ബാൽക്കണിയിൽ പോയാൽ രാവിലെ കണി കാണാം. നമുക്ക് അവിടെ നിന്ന് ഹായ് പറയാം. എവിടെ നിന്നിട്ട്? അപ്പുറത്തായിരിക്കും നമ്മുടെ ബാൽക്കണി. ആണോ? ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം. അപ്പൊ ആ ബാൽക്കണിയും ഈ ബാൽക്കണിയും കണക്റ്റഡ് ആണ്. ഒരു മിനിറ്റ്, ഇപ്പൊ ഓപ്പൺ ചെയ്യാം. ഹലോ. ആ അപ്പൊ അവിടെ ലോക്ക് ചെയ്താക്കി ഇവിടെ വർത്താനം പറയാം. ക്ലോക്കുമ്മ എല്ലാവടെയും അഞ്ചില്ലേ. അപ്പൊ നേരത്തെ കാണിച്ചില്ലേ ബാൽക്കണി അപ്പുറത്ത് പോയിട്ട് റൂമെന്ന് കാട്ടിയത്. പക്ഷെ അവിടുത്തെ AC വർക്ക് ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇപ്പുറത്തെ റൂം നമുക്ക് അവർ തന്നു. ഒരു റൂം മാറി ഗ്യാപ്പായി ഇടയില്. ഗ്യാപ്പ് ഒന്നും സെയിം തന്നെയാണ്ടാ. ബാൽക്കണി കൂടെ അങ്ങനെ കിടക്കാൻ പറ്റില്ല. ഒരു റൂം, ഒരു ബാത്റൂം, ഇവിടെ ബാൽക്കണി ഉണ്ട്. ബാൽക്കണി തുറന്നിട്ടില്ലേ. പക്ഷെ അപ്പുറത്തെ ബാൽക്കണിയിലേക്ക് മുട്ടില്ല. അവിടുത്തെ കണക്ഷൻ ഇല്ല. അങ്ങനെയാണെന്നെങ്കിൽ നമുക്ക് മെയിൻ ഡോറില്ലാണ്ട് ഇങ്ങനെ തുറന്ന് അപ്പുറത്തേക്ക് കിടന്നാൽ മതിയായിരുന്നു. ഇപ്പൊ ഫുഡ് കഴിക്കാൻ ഇപ്പൊ ഇങ്ങോട്ട് പോകണം. ഇവിടുത്തെ ബാൽക്കണിയിലേക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. നിറയെ പൊടിയാ. നല്ല ചൂടുണ്ട് പുറത്തല്ലേ. ബാൽക്കണിയിലേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. ബാൽക്കണി നല്ല പൊടിയുണ്ട്. ഉള്ളിലൊക്കെ ക്ലീൻ ആണ്. ഇവിടെ ഒന്നും കുഴപ്പമില്ല. നല്ല സൂപ്പറാണ്. ഫുഡ് ഞങ്ങള് വീട്ടിൽ നിന്ന് ഉച്ചക്കത്തെ ഫുഡ് എടുത്തായിരുന്നു. കാരണം ഇവിടുത്തെ ഭക്ഷണം അങ്ങോട്ട് പിടിക്കാനല്ലേ. അപ്പൊ പിന്നെ ഇപ്പൊ ഓർഡർ ചെയ്തു സ്വിഗ്ഗിന്ന്. അങ്ങനെ പുറത്ത് പോയി അവിടെ വന്നിരിക്കണ്ട. അവിടെ പോയി ഭക്ഷണം കഴിക്കട്ടെ. ഞങ്ങൾ കുളിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് ഭയങ്കര നോക്കണം. ഭയങ്കരമായിട്ട് ഉറക്കാൻ വേണ്ടി